ഭാരതത്തിന്റെ പൈതൃകം പിടിച്ചെടുക്കുക, ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ നാൾ മുതൽ കേട്ടുപരിചയിച്ച വാക്കുകളാണിത്. പ്രധാനമന്ത്രി പദത്തിലിരുന്ന് തലയെടുപ്പുള്ള രാജാവായി നീണ്ട 10 വർഷത്തെ ഭരണത്തിനൊടുവിൽ ഒരു പടിയിറക്കത്തിന്റെ സമയം എത്തി നിൽക്കുമ്പോൾ അടുത്ത പ്രധാനമന്ത്രിയാകാൻ വീണ്ടും നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന് വലിയൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. വിജയത്തിനായി പാർട്ടി പയറ്റുന്ന തന്ത്രങ്ങളിൽ പലതിലും മതമെന്ന കറ പുരളുന്നുമുണ്ട്. മനുഷ്യ മനസ്സിൽ മതത്തിന്റെ വിഷവിത്തുകൾ വാരിയെറിഞ്ഞുള്ള ഇലക്ഷൻ പ്രചരണം തന്നെയാണ് അതിന്റെ സാക്ഷ്യപ്പെടുത്തൽ. വോട്ടെടുപ്പിന്റെ 4ാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ വർഗീയ വിദ്വേഷ പരാമർശങ്ങളിൽ മുഴുകി നിൽക്കുകയാണ് പ്രചാരണക്കളം. 1ാം ഘട്ടത്തിന്റെ 2ാം പാദം മുതൽ അതിതീവ്ര മുദ്രാവാക്യങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും വേദികളായി മാറിയ തിരഞ്ഞെടുപ്പ് രംഗം 4ാം ഘട്ടത്തിലെത്തുമ്പോൾ തുറന്ന വർഗീയതയുടെ ആയുധ പ്രയോഗമായി. രാഷ്ട്രീയത്തിന് പുറത്തുള്ള വിഷയങ്ങളും വർഗീയ ചേരിതിരിവുകളുടെ ഭാഷയിൽ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചുമാണ് 4ാം ഘട്ടത്തിൽ പ്രചാരണം മുറുകുന്നത്. കോൺഗ്രസ് ജയിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ മതത്തിന്റെ പേരിൽ നിശ്ചയിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശവും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴുമെന്നുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശവും ഈ നിലയിൽ ഒടുവിലത്തേതാണ്. വികസന മുദ്രാവാക്യങ്ങളിൽ നിന്ന് ആരംഭിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് 4ാം ഘട്ടത്തിൽ വർഗീയതയുടെ തീവ്രതയിലേക്ക് വീണത്. തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു BJPയുടെ മുഖ്യ പ്രമേയം. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ താഴെത്തട്ടിൽ പ്രചരിപ്പിക്കാൻ നേതാക്കൾക്കും മന്ത്രിമാർക്കും പ്രധാനമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 1ാം ഘട്ടത്തിന്റെ 2ാം പാദത്തിലെത്തിയപ്പോൾ അതേ പ്രധാനമന്ത്രി വികസന മുദ്രാവാക്യം ഉപേക്ഷിച്ച് ഹിന്ദു മുസ്ലിം ചേരുവ കലർത്തി പ്രചാരണത്തിന്റെ ദിശ തിരിച്ചു. ലക്ഷ്യമിട്ട തരംഗം 1ാം ഘട്ടത്തിൽ ഉയരാത്തതും പോളിംഗ് കുറഞ്ഞതുമാണ് 2ാം ഘട്ടത്തിൽ മുദ്രാവാക്യം മാറ്റാൻ കാരണമെന്നാണ് സൂചന. 2ാം ഘട്ടത്തിലും പോളിംഗ് കുറയുകയും അത് ഹിന്ദി ഹൃദയഭൂമിയിലെ സ്വന്തം തട്ടകങ്ങളെ ബാധിക്കുകയും ചെയ്താൽ കണക്കുകൂട്ടൽ തെറ്റുമെന്ന തിരിച്ചറിവിലാണ് നീക്കം. 2014-ലും 2019-ലും 2, 3, 4 ഘട്ടങ്ങളിലാണ് BJPക്ക് വൻതോതിൽ സീറ്റുകൾ കിട്ടിയത്. BJPയുടെ ഹിന്ദുത്വ പരീക്ഷണശാലകളായ ഈ മണ്ഡലങ്ങളെ ഉറപ്പിച്ചു നിർത്താനാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ മുക്കിയെടുത്ത കഠിന വാക്കുകളുമായി മോദിയും നേതാക്കളും കളത്തിലിറങ്ങിയത്. ഏപ്രിൽ 21-ന് മോദി തന്നെയാണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് തുടക്കമിട്ടതും. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ട ആദിവാസികളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് തുറന്ന പ്രസ്താവന നടത്തിയായിരുന്നു രാജസ്ഥാനിലെ ആദിവാസി മേഖലകളിൽ മോദി തുടങ്ങിയത്. കൂടുതൽ കുട്ടികളുള്ളവർ, നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു പ്രസംഗത്തിൽ അദ്ദേഹം ആരോപിച്ചിരുന്നത്. ഹിന്ദു വിഭാഗങ്ങളെ വൈകാരികമായി ഉണർത്താൻ താലിമാല പോലും പിടിച്ചെടുക്കുമെന്ന പ്രയോഗവും ആസൂത്രിതമായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം എന്ന പരാമർശം ഒഴിവാക്കിയെങ്കിലും പ്രധാനമന്ത്രി പരാമർശങ്ങൾ വീണ്ടും ആവർത്തിച്ചു. മോദിയുടെ വാക്കുകളുടെ ചുവട് പിടിച്ച് മുതിർന്ന കേന്ദ്രമന്ത്രിമാരും നേതാക്കന്മാരും വിവിധ വേദികളിൽ ഇതേ പരാമർശങ്ങൾ ഉയർത്തി. ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തിടെ BJPയിൽ ചേർന്ന മഹാരാഷ്ട്രയിലെ സിറ്റിംഗ് MP നവനീത് റാണയിൽ എത്തി നിൽക്കുന്നു ഈ വിവാദ പരമ്പര. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷം പരാതി നൽകിയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം BJP അധ്യക്ഷൻ നോട്ടീസ് അയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരിക്കുകയാണ്. മറുപടി നൽകാൻ സമയം നീട്ടിയെടുത്ത് BJPയും. വികസനം, വർഗീയത എന്നീ കാർഡുകളാണ് കാലാകാലങ്ങളായി BJP തിരഞ്ഞെടുപ്പ് കളങ്ങളിൽ ഉയർത്താറുള്ളത്. രണ്ടിലേത് കാർഡ് ആദ്യം ഇറക്കണമെന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് അവർ തീരുമാനിക്കുന്നത്. ഇക്കുറിയും വികസന കാർഡിലാണ് തുടങ്ങിയത്. എന്നാൽ കളം ഉണരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വർഗീയതയുടെ കാർഡ് തന്നെ പ്രയോഗിച്ചു. മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ അയോധ്യ, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി തുടങ്ങിയ അജണ്ടകളായിരുന്നു വികസന വിഷയങ്ങൾക്ക് പുറമെ BJP ഉയർത്തിയിരുന്നത്. നടപ്പായ പദ്ധതികളെന്ന നിലയിൽ ഈ 2 വിഷയം കാര്യമായി ഏശിയില്ല. അതിനാൽ വർഗീയ പരാമർശങ്ങളുടെ തുറന്ന ചൊരിച്ചിലാണ് ഇത്തവണ മാർഗമാക്കിയത്. അനുകൂലമായോ പ്രതികൂലമായോ തരംഗങ്ങളില്ലാത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ ഊർജിതപ്പെടുത്താനുള്ള വൈകാരിക ആയുധമെന്ന നിലയിലാണ് മോദി ഹിന്ദു മുസ്ലിം വിഷയങ്ങൾ ഉയർത്തുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ഹൈന്ദവ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ BJPക്ക് എളുപ്പമല്ല എന്നത് തന്നെയാണ് വാസ്തവം.